പ്രഗ്നൻസി ആവുന്നതിന് മുമ്പ് ഡോക്ടറെ കണ്ട് ചില കാര്യങ്ങളിൽ ഉപദേശം തേടുന്നതിനാണ് നമ്മൾ പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് എന്ന് പറയുന്നത്. പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് ആദ്യത്തെ പ്രഗ്നൻസി ആണെങ്കിൽ പ്രഗ്നൻസിക്ക് മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പ്രഗ്നൻസി ആണെങ്കിൽ പ്രഗ്നൻസികൾ തമ്മിലുള്ള ഇന്റർവെൽ, അതായത് 2 കുട്ടികൾ പ്രസവിക്കുന്നതിനിടയിലുള്ള ഇന്റർവെൽ പ്രധാനമാണ്. അതുകൊണ്ട് ഡോക്ടറെ കണ്ട് ഒരു കൗൺസിലിംഗ് നടത്തേണ്ടത് ആവശ്യമാണ്. പ്രഗ്നന്റ് ആകുന്നതിന് 3 മാസം മുമ്പെങ്കിലും ഏതെങ്കിലും ഒരു ബ്രാൻഡ് ഫോളിക് ആസിഡ് കഴിക്കണം. സീഷർ ഡിസോർഡർ അഥവാ ജന്നി വരുന്ന ആൾക്കാർ അതിനുള്ള മെഡിസിൻ കഴിക്കുകയാണെങ്കിൽ 5 മില്ലിഗ്രാം ഫോളിക് ആസിഡ് എങ്കിലും കഴിച്ചിരിക്കേണ്ടതാണ്. കഴിയുന്നത് 3 മാസം മുമ്പ് തുടങ്ങുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 മാസം മുമ്പെങ്കിലും ഫോളിക് ആസിഡ് തുടങ്ങേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ മറ്റ് മെഡിക്കൽ കണ്ടീഷൻസ് ലൈക്ക് ഡയബറ്റിസോ, ഹൈപ്പർ ടെൻഷൻ, സീഷർ ഡിസോർഡർ, ഹൈപ്പോതൈറോയിഡിസം, ഇതെല്ലാം ചില ഡിസോർഡേഴ്സ് ആണ്. ഇതിലേതെങ്കിലും ഒക്കെ ഉണ്ട്, ഇതിനുള്ള മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ കണ്ട് പ്രഗ്നന്റ് ആവാവുന്ന വിധത്തിൽ ഇത് കൺട്രോൾഡ് ആണോ എന്നുള്ളത് നമ്മൾ ചോദിക്കണം. കൂടാതെ ചില മെഡിസിൻസ്, ഫോർ എക്സാമ്പിൾ ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സ് പോലെ BP കൊടുക്കുന്ന ചില മരുന്നുകൾ പ്രഗ്നൻസിയിൽ കഴിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ AED ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്സിൽ ചിലതും പ്രഗ്നൻസി കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നിർത്താമോ അല്ലെങ്കിൽ അതിന് പറ്റിയ വേറെ ഏതെങ്കിലും ഓൾട്ടർനേറ്റ് മെഡിസിൻ കഴിക്കാമോ എന്നുള്ളത് ഡോക്ടറോട് ചോദിക്കണം. ചിലതരം മെഡിസിൻസുകൾ നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വാങ്ങിക്കഴിക്കുന്നവരുണ്ട്. വൈറ്റമിൻ A പോലെ അധിക അളവിൽ കഴിച്ചാൽ കുഞ്ഞിന് അപകടം ഉണ്ടാകുന്ന മരുന്നുകളുണ്ട്. ലിഥിയം മുതലായ മരുന്നുകളും പ്രഗ്നൻസിക്ക് മുമ്പ് നിർത്തേണ്ടത് ആവശ്യമാണ്. ഡോക്ടറുടെ ഉപദേശമില്ലാതെ യാതൊരു മരുന്നുകളും കഴിക്കരുത്. അതുപോലെ തന്നെ ഡോക്ടറുടെ ഉപദേശമില്ലാതെ മരുന്നുകളൊന്നും നിർത്തുകയും ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമുക്ക് ഫാമിലി ഹിസ്റ്ററി, ഏതെങ്കിലും ജനിതക വൈകല്യങ്ങൾ കുടുംബത്തിലുണ്ടെങ്കിൽ അത് അടുത്ത തലമുറയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരു ജനറ്റിക് കൗൺസിലിങ്ങും പ്രീ പ്രഗ്നൻസി കൗൺസിലിങ്ങിന്റെ ഭാഗമായി എടുക്കേണ്ടതാണ്. അടുത്തതായി നോക്കേണ്ടത് ഇൻഫെക്ഷൻസ്, ഹെപ്പറ്റൈറ്റിസ് B പോലുള്ള ലൈംഗിക ബന്ധം വഴി പകരുന്ന ഇൻഫെക്ഷൻസ്, അതർ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, ട്യൂബർക്യുലോസിസ് തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളവരാണെങ്കിൽ ഇത് ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. റുബല്ലയുടെ ഇമ്മ്യൂണൈസേഷന്റെ കൂട്ടത്തിൽ ഞാനിത് റുബല്ലയുടെ ഇമ്മ്യൂണൈസേഷന്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. റുബല്ലയുടെ ഇമ്മ്യൂണൈസേഷൻ, ഹെപ്പറ്റൈറ്റിസ് Bയുടെ ഇമ്മ്യൂണൈസേഷൻ തുടങ്ങിയവ എടുക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഫ്ലൂ വാക്സിൻസ് എടുക്കുക. കൂടാതെ HIV പോലുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കൺട്രോൾ ചെയ്ത ശേഷം പ്രഗ്നന്റ് ആകുന്നതായിരിക്കും നല്ലത്. ജോലിയുടെ ഭാഗമായി ചിലതരം ടോക്സിൻസിന് എക്സ്പോഷർ വരുന്ന ആൾക്കാരുണ്ട്. അത് പെസ്റ്റിസൈഡ്സ്, BPA പോലത്തെ സാധനങ്ങൾ, ലെഡ്, ഇങ്ങനെ ചില സാധനങ്ങൾക്ക് ജോലിയുടെ ഭാഗമായി എക്സ്പോഷർ വരുന്നവരുണ്ട്. എക്സ്റേ എക്സ്പോഷർ വരാൻ സാധ്യതയുള്ള എക്സ്റേ ടെക്നീഷ്യൻസ് തുടങ്ങിയവർ, ഇവരെല്ലാം ഇതിന്റെ അളവ് കുറയ്ക്കുകയോ ഇതിൽ നിന്ന് മാറി നിൽക്കുകയോ ചെയ്യേണ്ടത് ആവശ്യമാണ്. പ്രഗ്നൻസി കൗൺസിലിംഗിൽ ഇതെല്ലാം ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഇത് കൂടാതെ നമ്മളുടെ എൻവയോൺമെന്റിൽ തന്നെ കുറേ അധികം ടോക്സിൻസ് ഉണ്ട്. അപ്പോൾ കഴിയുന്നത് എൻവയോൺമെന്റൽ ടോക്സിൻസിനുള്ള എക്സ്പോഷർ കുറയ്ക്കേണ്ടത് ആവശ്യമാണ്. ഇനി അടുത്തതായി നോക്കുന്നത് നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ വളരെ കുറവാണെന്ന് നമ്മൾ വിശ്വസിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ആൽക്കഹോൾ ഇൻടേക്ക്. സ്ത്രീകളുടെ ഇടയിലുള്ള ആൽക്കഹോൾ ഇൻടേക്ക് കഴിയുന്നതും നിർത്തുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ അളവ് വളരെ കുറയ്ക്കുക. യാതൊരു അളവും സേഫ് ആയിട്ട് ആൽക്കഹോളിന് പ്രിസ്ക്രൈബ്ഡ് അല്ല. തീർച്ചയായും നിർത്തേണ്ട മറ്റൊരു കാര്യം സ്മോക്കിംഗ് ആൻഡ് നിക്കോട്ടിന്റെ പല വിധത്തിലുള്ള ഉപയോഗങ്ങളാണ്. ഇത് കൂടാതെ ഇപ്പോൾ വളരെ വ്യാപകമായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇല്ലീഗൽ ഡ്രഗ്സിന്റെ യൂസേജ്. ഇതെല്ലാം തീർച്ചയായും നിർത്തേണ്ടതാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി പറയാനുള്ളത് ന്യൂട്രീഷനെ കുറിച്ചാണ്. BMI കറക്റ്റ് റേഞ്ചിലോട്ട് കൊണ്ടുവന്ന് അതിനുശേഷം പ്രഗ്നന്റ് ആവുന്നതാണ് നല്ലത്. ഒബീസിറ്റി ഉള്ളവർ കഴിയുന്നത് ഒബീസിറ്റി കുറയ്ക്കാൻ ശ്രമിച്ച് വളരെ മെലിഞ്ഞിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു ഒപ്റ്റിമം വെയിറ്റിലോട്ട് കൊണ്ടുവരിക. എല്ലാ ന്യൂട്രിയൻസും കറക്റ്റായ അളവിൽ കഴിക്കുക. ജങ്ക് ഫുഡ്, ടിൻഡ് ഫുഡ് അങ്ങനെയുള്ളത് കുറയ്ക്കുക. പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുക. പിന്നെ വെളിയിൽ നിന്നുള്ള ഭക്ഷണം കഴിച്ച് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ നോക്കുക. അങ്ങനെയുള്ള പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് ഡോക്ടറോടൊപ്പം തന്നെ ഡയറ്റീഷ്യൻ്റെയും ഉപദേശം നേടാവുന്നതാണ്. വേണമെങ്കിൽ എക്സസൈസുകളും ചെയ്യാവുന്നതാണ്. പ്രഗ്നൻസിക്ക് മുമ്പ് ഇതെല്ലാം കറക്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അടുത്തതായി നമ്മുടെ സമൂഹത്തിൽ പുറത്തു വരാത്ത ഒരു കാര്യമാണ് ഡൊമസ്റ്റിക് വയലൻസ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഭർത്താവിൽ നിന്നോ മറ്റോ ഉണ്ടാവുന്ന ഡൊമസ്റ്റിക് വയലൻസ്, അത് പ്രഗ്നൻസിയിലും പല അപകടങ്ങൾക്കും അതിനുശേഷം സ്ത്രീയുടെ മാനസികമായ പല ബുദ്ധിമുട്ടുകൾക്കും കാരണമാകുന്നുണ്ട്. പെരിപാർട്ടം മെൻ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അതായത് ഡെലിവറി കഴിയുമ്പോൾ സ്ത്രീകൾക്ക് പലപ്പോഴും പെരിപാർട്ടം സൈക്കോസിസ് വരാറുണ്ട്. അതിൻ്റെ തുടക്കം പലപ്പോഴും ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്നാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതിനെക്കുറിച്ച് കൂടുതലായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇട്ടാൽ ഞാൻ അതിനുള്ള മറുപടി തരാം.